അപർണ ആ ഗിരി. ഇന്നെന്താ വല്ല പിറന്നാളാണോ? ഏയ് ഞാനിടയ്ക്ക് വരാറുള്ളതാ. അല്ല ഞാനൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് വരാറില്ലേ? ഇന്നെന്താ ആവശ്യം? ഞാൻ നമ്മുടെ രാജേട്ടൻ ഒന്ന് കാണാൻ വന്നത്. ആ കുളിച്ചായിരുന്നോ? ആ. ശരി. ഗിരി, ഉം. ഇവിടെ സ്വർണം പണയം വെക്കുന്ന ഏതെങ്കിലും സ്ഥലം അറിയോ? എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണേ ഉള്ളൂ. അതിൽ കിട്ടാവുന്നതിൽ മാക്സിമം പൈസയും വേണമായിരുന്നു. എൻ്റെ കൂട്ടുകാരൻ ഇവിടെ അടുത്തൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ അല്ല എന്തായിരുന്നു പൈസക്ക് ഇത്ര അത്യാവശ്യം? ഇവിടുത്തെ LP സ്കൂളില്ലേ, ആ. ഒരു ടീച്ചറിന്റെ ഒഴിവുണ്ടെന്ന് കേട്ടു. ആ. മാനേജ്മെന്റ് അണ്ടറിലായതുകൊണ്ട് കുറച്ച് കാശ് കൊടുക്കണം. ഇന്ന് അഡ്വാൻസ് കൊടുക്കാന്നാ പറഞ്ഞത്. പൈസയൊക്കെ കൊടുത്ത് ജോലിക്ക് കയറേണ്ട ആവശ്യമുണ്ടോ? ഗിരി, കല്യാണത്തിന് മുമ്പ് എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായില്ല. ചെറുതാണെങ്കിലും ഒരു ജോലി, കുട്ടികൾ, സ്നേഹമുള്ള ഒരു ഹസ്ബൻഡ്, പിന്നെ പീസ്ഫുൾ ആയിട്ടൊരു ലൈഫ്. ഇത്രയും ഞാൻ ആഗ്രഹിച്ചുള്ളൂ. ഇതെല്ലാം പലപ്പോഴായി എനിക്ക് നഷ്ടപ്പെട്ടതാ. ഇതിൽ പകുതിയെങ്കിലും തിരിച്ചു പിടിക്കണ്ടേ? അപ്പോൾ കുറച്ച് കാശ് കൊടുത്താലും കുഴപ്പമില്ല. ഗിരിക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ? ഏയ് ഇല്ല. ശരി. അപർണ, ആ ഈ കസ്റ്റമറിനെ നോക്കി അവിടെ പറഞ്ഞാൽ മതി. ആ അച്ഛൻ നിനക്ക് സുഖാണോ മോളെ? ആ അച്ഛാ. അച്ഛൻ എന്താ ഇവിടെ? ഞാനിവിടെ ഒരാളെ കാണാൻ വന്നതാ. ആ. നീ എന്താ വീട്ടിലേക്ക് വരാതെ? ശരിയാ, നിന്റെ ഡൈവോഴ്സിന്റെ സമയത്ത് ഞാനും അമ്മയും നിന്റെ ഒപ്പം നിന്നില്ല. അത് വെച്ച് അന്ന് ഞങ്ങൾക്ക് അല്ല അച്ഛാ, എനിക്കറിയാതെ. അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ആ വയസ്സായതിൻ്റെ ചില ഷുഗറും ചില BP ഒക്കെ ഉണ്ട്. നീ ഒരു ദിവസം വീട്ടിലേക്ക് വാ മോളെ. എത്ര നാളായി നീ വീട്ടിലേക്ക് വന്നിട്ട്. അമ്മയ്ക്ക് നിന്നെ കണ്ട ഭയങ്കര സന്തോഷമായിരിക്കും. നോക്കാം അച്ഛാ. നിനക്ക് ഇപ്പോഴും ഞങ്ങളോട് ദേഷ്യമാണോ മോളെ? ഏയ് എന്തിനാ അച്ഛാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അങ്ങനൊന്നും ഇല്ല. ഞാൻ വരാം. അമ്മേനെ അന്വേഷിച്ചെന്ന് പറയണേ. ആ അപർണ, ആ കടയിൽ ആള് വന്നിരിക്കുന്നേ. കടയിൽ ആള് വന്നിട്ടുണ്ട്. ഓ ചെല്ലട്ടെ. ശരി മോളെ. ശരി.